കൃഷി വകുപ്പിന്റെ ഫാം പ്ലാൻ പദ്ധതിയുടെ ഭാഗമായി പേരാമ്പ്ര കൊക്കോട്ടീം കർഷക കൂട്ടായ്മ ആരംഭിച്ച ഇളനീർ പാർലറും ഇവിടെ വിപണനം ചെയ്യുന്ന ഇളനീരിൽ നിന്നുണ്ടാക്കിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും എന്തൊക്കെയാണെന്ന് കാണാം. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പും ആത്മാ കോഴിക്കോടും സംയുക്തമായി ആരംഭിച്ച ഒരു ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ സംരംഭമാണ് കൊക്കോട്ടീം. പേരാമ്പ്ര ബ്ലോക്കിലുള്ള 7 പഞ്ചായത്തുകളിലെ 70 കർഷകരും തോടന്നൂർ ബ്ലോക്കിലെ 4 പഞ്ചായത്തിലെ 40 കർഷകരും ഉൾപ്പെടുന്ന 110 കർഷകരുടെ ഒരു സംരംഭമാണ് ഈ കൊക്കോട്ടീം FPO. ഇവിടെ പ്രധാന വിള തെങ്ങാണ്. പക്ഷേ തേങ്ങയ്ക്ക് വിലയില്ലാത്ത സാഹചര്യത്തിൽ ഇളനീർ കച്ചവടം നടത്തുന്നതിലേക്ക് കർഷകർക്ക് പ്രചോദനമാവുകയും അങ്ങനെ ഈ ഒരു ഇളനീർ പാർലർ സ്റ്റാർട്ട് ചെയ്യുന്നതിനെ പറ്റി കർഷകർ ചിന്തിക്കുകയും അങ്ങനെയാണ് ഈ ഒരു പാർലർ തുടങ്ങാൻ കാരണം. 2024 മാർച്ച് 23-നാണ് ഈ ഒരു സംരംഭം ആരംഭിച്ചത്. ഇവിടെ ഒരു 3 മാസം കൊണ്ട് 6500-ലധികം കരിക്കുകൾ എടുക്കുകയും അത് കരിക്കായും ഇളനീർ ഷേക്കായും ഇളനീർ ജ്യൂസായും ഐസ്ക്രീമായും ഇവിടെ വിൽപ്പന നടത്തുകയും ചെയ്യുന്നുണ്ട്. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായി വിൽക്കുന്നതിലൂടെ കർഷകർക്ക് നല്ല ലാഭവും കിട്ടുന്നുണ്ട്. ഇവിടെയുള്ള പ്രധാന പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇവിടെ കരിക്ക് എത്തിക്കുന്നതിനുള്ള പ്രശ്നമാണ്. അത് നമുക്കൊരു വാഹനത്തിന്റെ ആവശ്യമുണ്ട്. ഭാവിയിൽ അത് ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് അവരൊരു മുച്ചക്ര വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ കരിക്ക് ഇടുന്ന ഒരു വിഷയമുണ്ട്. കരിക്കിന്റെ ലഭ്യതയാണ് വേറൊരു വിഷയമായിട്ടുള്ളത്. അപ്പൊ കരിക്കിന്റെ ലഭ്യത എന്ന് പറഞ്ഞാൽ കരിക്ക് ഇടാൻ ആളെ കിട്ടുന്നില്ല, തേങ്ങ കയറാൻ ആളെ കിട്ടുന്നില്ല എന്നൊരു പരാതി പറഞ്ഞപ്പോൾ നമ്മളത് ആത്മയുടെ കപ്പാസിറ്റി ബിൽഡിംഗ് ഗ്രൂപ്പ് ഓർഗനൈസേഷനിൽ ഉൾപ്പെടുത്തി 2 ഗ്രൂപ്പുകൾക്ക് ട്രെയിനിങ് കൊടുക്കുകയും ഏകദേശം 11 പേർക്ക് നമ്മൾ ട്രെയിനിങ് കൊടുക്കുകയും 2 തെങ്ങേറ്റ് യന്ത്രങ്ങൾ അവർക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ കർഷകർ ഈ FPO കർഷകരുടെ പുരയിടത്തിൽ പോയി അവിടുത്തെ തെങ്ങ് കയറി കരിക്ക് ഇവിടെ കൊണ്ടുതരിക എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനി അടുത്ത് തന്നെ പ്രാവർത്തികമാക്കും. പിന്നെ ഇവിടുത്തെ കരിക്കിന്റെ ഉൽപ്പന്നങ്ങളും ഇവിടെയുള്ള ജനങ്ങൾക്ക്, അതായത് ഇപ്പോ ഐസ്ക്രീമും ഒക്കെ പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുകയാണ്. ഈ സംരംഭം തുടങ്ങുന്നതെന്ന് അറിഞ്ഞപ്പോ വളരെ സന്തോഷം തോന്നി. ഇതിന്റെ ഭാഗമായി ഇവിടെ ഒരു തൊഴിൽ ലഭിച്ച് ഇത് എനിക്കും രജിതയ്ക്കും ടൈമയ്ക്കും ഒരു ഉപജീവന മാർഗമാണ്. പേരാമ്പ്ര ബ്ലോക്കിലെയും തോടന്നൂർ ബ്ലോക്കിലെയും 110 കർഷകർ ഉൾപ്പെടുന്ന ഒരു സംരംഭമാണിത്. ഈ കൊക്കോട്ടീമിലെ എല്ലാ കർഷകർക്കും ഇതിന്റെ ലാഭവിഹിതം കിട്ടത്തക്ക രീതിയിലുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ ഇവിടെ നടന്നു വരുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കർഷകരുടെ കൃഷിയിടത്തിൽ പോയി കളക്ട് ചെയ്യുന്ന ഇളനീരാണ് ഉപയോഗിച്ചിട്ടുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കിയിട്ടാണ് ഇവിടെ നിന്ന് വിൽപ്പന നടത്തുന്നത്. ഫാം പ്ലാൻ പദ്ധതിയുടെ കർഷകർക്കാണ് ഇവിടെ തൊഴിൽ നൽകുന്നതിന് വേണ്ടി തീരുമാനിച്ചത്. അവിടെ ഈ ഫാം പ്ലാൻ പദ്ധതിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന കർഷകരെയാണ് 2 കർഷകർക്ക് ഇവിടെ തൊഴിൽ നൽകാൻ വേണ്ടി ഈ സംരംഭത്തിലൂടെ സാധിച്ചു എന്നുള്ളത് വളരെ അഭിമാനമാണ്. കേരള കർഷകർ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന ഒരു സമയത്താണ് നമ്മുടെ പേരാമ്പ്ര ബ്ലോക്കിനും തോടന്നൂർ ബ്ലോക്കിന്റെയും കൂടി സംയുക്തമായിട്ട് ഒരു ഫാം പ്ലാൻ കർഷകന് വേണ്ടി 6,10,000 രൂപ കോഴിക്കോട് ആത്മ നമുക്ക് അനുവദിച്ചു തന്നത്. അതിൻ്റെ കീഴിൽ 110 കർഷകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് തോടന്നൂരെയും പേരാമ്പ്ര ബ്ലോക്കിലുമുള്ള ഓരോ പഞ്ചായത്ത് ഓരോ കർഷകരെ ഉൾപ്പെടുത്തി 11 എക്സിക്യൂട്ടീവ് കമ്മിറ്റി രൂപീകരിച്ച് നമ്മളുടെ ഒരു പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഈ സംരംഭം ഇവിടെ ഇത്രയും നല്ല രീതിയിൽ പ്രവർത്തനം തുടങ്ങാനും ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാനും പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്തിലെ ADO ബിന്ദുനാടത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ബീജു, ധനേഷ്, മറ്റ് സ്റ്റാഫുകളുടെ ഒരു വലിയൊരു അർപ്പണ മനോഭാവത്തോടുകൂടിയുള്ള കൃത്യനിർവഹണം ഇതിൻ്റെ അകത്ത് ഉണ്ടായതുകൊണ്ടാണ് ഈ ഒരു സംരംഭം ഇത്ര പ്രാരംഭ ദശയിലാണെങ്കിൽ പോലും ഈ ഒരു രീതിയിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞത്. അതിന് ഞങ്ങളെ പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള കർഷകരുടെ ഒരു വലിയ കടപ്പാട് ഞങ്ങളെ ഇതിനോടനുബന്ധിച്ച് പറയുകയാണ്. ഫാം പ്ലാൻ പദ്ധതിയുടെ ഭാഗമായി പേരാമ്പ്ര തോടന്നൂർ ബ്ലോക്ക് പഞ്ചായത്തുകൾ ആരംഭിച്ച കൊക്കോട്ടീം ഫാർമേഴ്സ് പ്രൊഡ്യൂസർ ഓർഗനൈസേഷന്റെ ഇളനീർ പാർലർ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. സമാനമായ രീതിയിൽ സംരംഭങ്ങൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും കൃഷി വകുപ്പുമായി ബന്ധപ്പെടാവുന്നതാണ്. ഈ സ്ഥാപനം നിൽക്കുന്നത് പേരാമ്പ്ര കുറ്റ്യാടി റോട്ടിൽ LIC ഓഫീസിന് സമീപമാണ്.